എൻ്റെ ഫേവറേറ്റ് പായസങ്ങളിലൊന്നാണ് കേട്ടോ ചെറുപയർ പരിപ്പ് പായസം. ഇത് എത്ര കുടിച്ചാലും എനിക്ക് മടുക്കില്ല. അതുമാത്രമല്ല ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം കൂടിയാട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പകുതി റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് പകുതി അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പകുതി നന്നായിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം. ബാക്കി പകുതി കളർ ചേഞ്ച് ആകുന്ന വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഈ നന്നായിട്ട് റോസ്റ്റ് ആകുന്ന പരിപ്പുണ്ടല്ലോ, ചെറുപയർ പരിപ്പ്, അത് നമുക്ക് കടിക്കാൻ കിട്ടും. മറ്റേത് നമുക്ക് അലിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം പായസത്തിന് തിക്നെസ്സും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതിലേക്ക് ഞാനിതാ തേങ്ങയുടെ 2 പാലിൽ 1 കപ്പ് എടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. ഒറ്റ വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണമെന്നില്ല, വെള്ളത്തിൽ നമുക്ക് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിത് ശർക്കര ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പായസം വെക്കാനുള്ള ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാൻ ഇവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. അത് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു ശർക്കരയിൽ ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് അതിലേക്ക് തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കൊടുക്കാം. അത് ഈ തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ട് തിളച്ച് ഏകദേശം ഒന്ന് കുറുകി വരുമല്ലോ. കുറുകി വരുന്ന സമയത്ത് നമുക്കിലേക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ 1 പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ 1.5 തേങ്ങയുടെ തേങ്ങാപ്പാലാട്ടോ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1 പാൽ വേറെയും 2 പാൽ വേറെയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ 1 പാൽ ലാസ്റ്റ് ചേർത്താൽ മതിയെ. ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് തിളപ്പിക്കരുത്, ജസ്റ്റ് ഒരു ചൂടായാൽ മാത്രം മതി. പിന്നെ അതിലേക്ക് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. പിന്നെ അതിലേക്ക് ചുക്ക് പൊടിച്ചതും അതുപോലെ ജീരകം പൊടിച്ചതൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏലക്കപ്പൊടി മാത്രം ചേർക്കാറുള്ളൂ. പിന്നെ നമുക്കതിലേക്ക് നെയ്യ് 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം സെറ്റാണ്. ചെറുപയർ പരിപ്പ് പായസം ചിലരൊക്കെ പാല് തയ്യാറാക്കി എടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ തന്നെ തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ബെസ്റ്റ് അടിപൊളി ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിലല്ല നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്